ഓ പാവനാത്മാവേ, അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, 1 യോഹന്നാൻ 5:21. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ അതേ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പത്തി 1:26 നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന ദൈവത്തിലെ 3 ആളുകളുടെ ഒരു ചർച്ചയും തീരുമാനവും. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം അത് ഉള്ളിലുണ്ടാവുക സ്വാഭാവികമാണ്. തനിക്ക് ദൈവമായി യഥാർത്ഥ ദൈവം ഇല്ലാത്തവരാണ് വിഗ്രഹങ്ങളിലേക്ക് തിരിയുക. വെളിപ്പെടുത്തപ്പെട്ട സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു വഴി പിതാവിനെയും പുത്രനെയും ശുദ്ധാത്മാവിനെയും നമുക്ക് പരിചയപ്പെടുത്തുകയും വെളിപ്പെടുത്തുകയും തുറന്ന് പ്രത്യക്ഷീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ മുഖവും ഛായയും സ്വഭാവവും വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നൊരു ജനമാണ് നമ്മളെങ്കിൽ പിന്നെ എന്തിനാണ് ഒരുപക്ഷെ അദൃശ്യ ശക്തികൾ, അമ്പരപ്പിക്കുന്ന പ്രകൃതി ശക്തികൾ, പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ച രൂപങ്ങൾ, ദൃശ്യങ്ങളായവ, മൃഗമോ മനുഷ്യനോ പ്രപഞ്ചശക്തികളിൽ ഏതെങ്കിലും ഒരു ഇനമോ ആവട്ടെ, എന്തിന് അവയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യണം? യഥാർത്ഥ ദൈവത്തിൽ നിന്ന് വിട്ട് ആരാധന അർപ്പിക്കപ്പെടുന്ന സകലതും വിഗ്രഹങ്ങളാണെന്നറിയണം. അത് മനുഷ്യകൽപ്പിതമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്താലെ അരുൾ ചെയ്യപ്പെട്ട് പ്രത്യക്ഷീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ അല്ലാത്ത സകല ഭാവങ്ങളും സകല ചലനങ്ങളും വിഗ്രഹങ്ങളാണ്. അവയിൽ നിന്ന് അകന്നിരിക്കുവിൻ, യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് നടന്നടുക്കുവിൻ, ദൈവത്തിൽ ആയിരിക്കുവിൻ എന്ന് യോഹന്നാൻ പ്രബോധിപ്പിക്കുന്ന വചനമാണത്. നമ്മുടെ എല്ലാ വിഗ്രഹ സങ്കല്പങ്ങളെ നമുക്ക് വിട്ടുകളയാം, ദൈവത്തിലേക്ക് തിരിയാം. അതാണ് യഥാർത്ഥ ആരാധന മുഖമെന്ന് അറിയുകയും അറിയിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.